പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുകയാണല്ലോ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട വീക്കെൻഡും കൂടെ വന്നിരിക്കുകയാണ്. നാളത്തെ ഐ എം എക്സൈറ്റഡ് അബൌട്ട് ടുമോറോ. നാളത്തെ ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മൾ സഭ ഒന്നിച്ച് കൂടുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ദ ഗ്ലോറി വിൽ ഡിസെൻഡ്. മഹത്വം ഒന്നിച്ചിറങ്ങും. അപ്പോസ്തലന്മാര് പറഞ്ഞ വാക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. 3000 പേർ സ്നാനപ്പെട്ടപ്പോൾ അവർ അപ്പോസ്തോലിക ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു. അവർ കൂട്ടായ്മ ആചരിച്ചു. ഫെലോഷിപ്പ്, ആ കൂട്ടായ്മ ബന്ധത്തിലാണ് കാര്യം. 2-3 പേർ എവിടെ കൂടിയാലും യേശു പറഞ്ഞ വാക്ക് ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. കർത്താവിന് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ദൈവമക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരാനാണ്. അതിന് മധ്യത്തിൽ ഇറങ്ങുന്ന ഒരു സാന്നിധ്യമുണ്ട്. കൈപ്പണിയാൽ കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ കൈപ്പണിയാൽ ഉള്ള ആലയങ്ങളിൽ വസിക്കുന്ന കർത്താവല്ല. മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ സ്വർഗവിരുദ്ധന്റെ ടെന്റിലല്ല കർത്താവ് ഇരിക്കുന്നത്. പക്ഷെ ഞാനും നിങ്ങളും ഒന്നിച്ചു കൂടി വരുമ്പോൾ തമ്പുരാൻ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ പറയുന്ന ഒരു വാക്കുണ്ട്, വെൻ ഐ അറൈവ് ജീസസ് അറൈവ്സ്. നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവ് അവിടെ ഇറങ്ങി വരും. കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങും. പ്ലീസ്, ഐ എം എക്സൈറ്റഡ് അബൌട്ട് ടുമോറോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. കർത്താവിന്റെ സന്നിധിയിൽ കൂട്ടായ്മ ആചരിച്ച് കർത്താവ് വൻ കാര്യങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവവചന ഭാഗം ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1 കൊരിന്ത്യർ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിലത്രേ. ദൈവരാജ്യത്തെക്കുറിച്ച് അവിടെ പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ അവിടെ രേഖപ്പെടുത്തിയാണ്, ദൈവരാജ്യം വചനത്തിലല്ല. ഇറ്റ്സ് നോട്ട് വേർഡ്സ്, ഇറ്റ്സ് നോട്ട് പ്രീച്ചിങ്. ദൈവരാജ്യം പ്രസംഗമല്ല, വചനത്തിന്റെ ശക്തിയാണ്. നോക്കിക്കേ, ശക്തിയിൽ അത്രയാകുന്നു. ദൈവവചനം കേവലം പ്രസംഗങ്ങളല്ല, ദൈവത്തിന്റെ ശക്തിയുടെ ഡെമോൺസ്ട്രേറ്റിംഗ് ദ പവർ ഓഫ് ഗോഡ്. ദൈവരാജ്യം ഈ കഴിഞ്ഞ ദിവസം ഒരാള് കമന്റിൽ ഒരു സംശയം ഇട്ടായിരുന്നു, വാട്ട് ഈസ് ദൈവരാജ്യം എന്താണ്, സ്വർഗരാജ്യം എന്താണ്? 2 വചനത്തിൽ ദൈവരാജ്യവും സ്വർഗരാജ്യവും എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓൾ ദ സെയിം. അതിന് വലിയ വ്യത്യാസങ്ങൾ ഇനിയും ബൈബിൾ പണ്ഡിതന്മാർക്ക് എന്റെ ഒരു ബോധ്യം അനുസരിച്ച് അതിന് വ്യത്യാസങ്ങളില്ല. മത്തായി സുവിശേഷത്തിലാണ് നമ്മൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വാക്ക്. സ്വർഗരാജ്യം എന്ന വാക്ക് 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, 13-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെയെല്ലാം സ്വർഗരാജ്യം എന്ന വാക്ക് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലോട്ട് മാർക്കോസിന്റെ സുവിശേഷത്തിലോട്ട് വരുമ്പോൾ 1-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം ദൈവരാജ്യത്തെ കുറിച്ച് കാണുകയാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് ലോർഡ്, നോക്കിക്കേ, യേശു ഈ ഭൂമിയിൽ കർത്താവ് സ്ഥാപിച്ച സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതും ഒന്നിച്ചു ചേർക്കുന്നതിന്റെ പേരാണ് ദൈവരാജ്യം, അഥവാ സ്വർഗരാജ്യം. കർത്താവ് അതാണ് സ്ഥാപിച്ചത്. നോക്കിയേ, കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ തന്നെ അവരെ രാജ്യത്തിന്റെ സുവിശേഷം അവരോട് അറിയിക്കാനാണ്, രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യാനാണ് കർത്താവ് പറഞ്ഞു. ഞാൻ നിങ്ങളെ അയക്കുമ്പോൾ പ്രൈസ് ലോർഡ് മരിച്ചവരെ ഉയർപ്പിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ, ദൈവരാജ്യം പ്രസംഗിപ്പീൻ. എന്റെ കർത്താവ് നോക്കിയ, അപ്പം ദൈവരാജ്യത്തിന്റെ ശക്തിയുടെ പ്രദർശനമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും. ഇപ്പം നമുക്ക് പ്രസംഗങ്ങൾ നമുക്ക് പഠിച്ചാൽ നമുക്ക് പ്രസംഗങ്ങൾ പറയാം. നമുക്ക് ഒത്തിരി പോയിന്റ് എഴുതിയാൽ പോയിന്റ് വെച്ച് നമുക്ക് ഓരോന്നും പ്രസംഗിക്കാം. ബൈബിളിൽ നിന്ന് പ്രസംഗിക്കാം, ഈ ലോകത്തുള്ള ഉദാഹരണങ്ങളെ കൊണ്ടുവന്ന് നമുക്ക് പ്രസംഗിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രസംഗത്തിലല്ല, ദൈവരാജ്യം എവിടെയൊക്കെ പറയുന്നോ അവിടെ ദൈവശക്തി ഇറങ്ങി വരും. ദ പവർ ഓഫ് ഗോഡ് വിൽ മാനിഫെസ്റ്റ്. അവിടെ ദൈവശക്തി ഇറങ്ങി വരും. ആ രോഗികളെ കർത്താവ് സൗഖ്യമാക്കും. കേവലം പ്രസംഗങ്ങളല്ല, പക്ഷെ ദൈവരാജ്യത്തിന്റെ ഡെമോൺസ്ട്രേഷൻ നടക്കണം, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. ഇവിടെ നോക്ക് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ശിഷ്യന്മാരെ കർത്താവ്
അതിശക്തമായിട്ട് ഉപയോഗിക്കുകയാണ്. അവർ കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിത്തിരിക്കുകയാണ്. 4-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രോഗികളെല്ലാം സൗഖ്യമായപ്പോൾ അവരുടെ എതിരെ ആൾക്കാര് കൈ ചൂണ്ടാൻ തുടങ്ങി. പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ട് ഇന്നും ആൾക്കാര് പറയുന്ന കാര്യങ്ങൾ അതാണ്. പുതിയൊരു പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. രോഗസൗഖ്യം, വിടുതൽ. ആർക്കാ രോഗസൗഖ്യം വേണ്ടാത്ത? ആർക്കാ വിടുതൽ വേണ്ടാത്ത? ഷീനായ വർഷങ്ങൾക്ക് മുമ്പ്, 27 വർഷങ്ങൾക്ക് മുമ്പ് ഷീനായ സൗഖ്യമാക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുന്നത്. വാസ്തവത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും തന്നെയാണ് യേശു ക്രിസ്തുവിലോട്ട് നടത്തിയത്. അതൊരു പ്രാരംഭമാണ്, അതൊരു തുടക്കമാണ്, അതൊരു രുചിച്ചറിയലാണ്. അങ്ങനെ ഒരു വിടുതൽ കിട്ടിയത് കൊണ്ടാണ് പിന്നീടും മീറ്റിങ്ങിന് പോകാനുള്ള കാര്യങ്ങൾ ഉണ്ടായത്. പക്ഷേ പിന്നീട് മീറ്റിങ്ങിലൊക്കെ കടന്നുപോയപ്പോൾ, പ്രൈസ് വീണ്ടും വീണ്ടും ചെന്നപ്പോൾ, ദൈവവചനമൊക്കെ കേട്ടപ്പോൾ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുകയാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിലല്ല, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ എഴുതുന്നതിലാണ് കാര്യം. നോക്ക് എന്നാൽ വാസ്തവത്തിൽ ഒരു അടയാളവും അത്ഭുതമാണ് എന്നെ നിങ്ങളെയും കർത്താവിലോട്ട് കൂടുതൽ നടത്തുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് ദൈവരാജ്യം വചനത്തിനല്ല ശക്തിയിലാണ്. അപ്പോസ്തലന്മാര് നോക്ക്, അവര് രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങൾ ചെയ്തു. അവർക്ക് വലിയ ഉപദ്രവം ഉണ്ടായപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 4-ാം അധ്യായം നിങ്ങൾ 25 മുതൽ വായിച്ചോ. 25 ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാരും. 27 വായിക്കുക, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പന്തിയോസും പീലാത്തോസും എല്ലാം എഴുന്നേറ്റ്. കർത്താവ് എന്നാ ചെയ്തേ? കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ കർത്താവ് ഉയർപ്പിച്ചു, കുഷ്ഠരോഗികളെ കർത്താവ് ശുദ്ധരാക്കി, തകർന്നു കിടന്നവരെ വിടുവിച്ചു. ഇന്നും ഇതേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ അത്ഭുതങ്ങളാണെന്ന് പറയും. അത്ഭുതമായിട്ട് ഇറങ്ങിയിരിക്കുക. അതിനെയൊക്കെ കുറ്റം പറയാനും അതിനെയൊക്കെ വിധിക്കാനും ഒത്തിരി പേരുണ്ട്. പക്ഷേ ദൈവരാജ്യം എവിടെ പ്രസംഗിക്കുന്നോ, യേശുക്രിസ്തു എവിടെ പ്രസംഗിക്കപ്പെടുന്നോ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നോക്ക്, അവിടെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും, അവിടെ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാകും, അവിടെ കർത്താവിന്റെ കരം ഇറങ്ങി വരും, അവരിലെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കും. ദിസ് ഗോസ് ടുഗദർ. എവിടെയൊക്കെ കിങ്ഡം പ്രസംഗിക്കപ്പെടുന്നോ, ദൈവരാജ്യത്തിന്റെ ശക്തിയെ പ്രസംഗിക്കപ്പെടുന്നോ അവിടെയെല്ലാം ദൈവശക്തിയുടെ പ്രദർശനോ. ഇറ്റ് ഗോസ് ടുഗദർ. അത് ഒന്നിച്ച് അത് പോയേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഇവർക്ക് ഉപദ്രവം ഉണ്ടായപ്പോൾ അവരുടെ പ്രാർത്ഥന 30-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്. അതിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവര് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ തരണമേ. നോക്കിയേ, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങൾ, രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാൻ. എവിടെയൊക്കെ ദൈവരാജ്യം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ അത്ഭുതം. ഇന്ന് പകലും ഈ മീറ്റിംഗ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്, എന്നെ കേൾക്കുന്ന അനേകരുണ്ട്. ഇന്ന് അടയാളങ്ങൾ നടന്നേ മതിയാകത്തുള്ളൂ. ഇന്ന് ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ, വിടുതലുകൾ സംഭവിച്ചേ പറ്റത്തുള്ളൂ. അതാണ് ദൈവരാജ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്നുള്ളത്. ആ ബോധ്യം എങ്ങനെയാ തരുന്നത്? ഇവിടെ അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുകയാണ്, രോഗികളെ സൗഖ്യമാക്കുവാൻ അങ്ങയുടെ കരം നീട്ടുന്നതിനാൽ. അവർക്ക് എല്ലാവരും കല്ലെറിയാൻ നിൽക്കുകയാണ്, എല്ലാവരും എതിര് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അന്നേരം അവരുടെ പ്രാർത്ഥന കുറച്ചുകൂടി അറിവ് തരണം, കുറച്ചുകൂടെ പോയിന്റുകൾ പറയാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്നല്ല, രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കേണ്ടതിന് ദൈവരാജ്യം പ്രാഗൽഭ്യത്തോടെ ഈ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ നിങ്ങൾ നോക്കിക്കേ. ഈ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് മത്തായി സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. കർത്താവിന്റെ ഗിരിപ്രഭാഷണം കാണുകയാണ്. കർത്താവ് പുരുഷാരത്തെ കണ്ടപ്പോൾ കർത്താവ് മലയിൽ കയറി രാജ്യത്തിന്റെ സുവിശേഷം കർത്താവ് അവരോട് പറഞ്ഞു. സുവിശേഷം പറയുക മാത്രമല്ല ചെയ്തത്. നോക്കിയേ, ആദ്യം ഞാൻ പറയും തിയറി ആയിരുന്നു. ആദ്യം തിയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്ക്, രാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ പ്രാക്ടിക്കലിലോട്ട് കയറി. ഉടനെ ഇത് കേട്ട് ഒരു കുഷ്ഠരോഗി വന്ന് കർത്താവിനോട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ പറ്റും. കർത്താവ് പറയല്ലേ, എനിക്ക് മനസ്സുണ്ട്.
ആ ദൈവരാജ്യത്തിന്റെ ശക്തി, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചതിന് ശേഷം, ഗിരിപ്രഭാഷണം കർത്താവ് ചെയ്തതിന് ശേഷം എന്തായിരുന്നു പിന്നെ നടന്നത്? പിന്നെ ശക്തിയുടെ പ്രദർശനമായിരുന്നു. ആ കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കാൻ പിന്നെ നമ്മൾ കാണുകയാണ്. പത്രോസിന്റെ വീട്ടിലോട്ട് കടന്നു പോകുന്നു. പത്രോസിന്റെ അമ്മായിയമ്മയെ കർത്താവ് സൗഖ്യമാക്കുന്നു. പടകിൽ കയറി അക്കരയ്ക്ക് പോകുന്നു. അനേക രോഗികളെ സൗഖ്യമാക്കുന്നു. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നു. നോക്ക്, ആ കൊടുങ്കാറ്റിനെ കർത്താവ് അടക്കുകയാണ്. പിന്നെ നോക്കി 2-2.5 ദിവസം നിങ്ങൾ നോക്കിയാൽ അവിടെ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും മാത്രമാണ് അടുത്ത 2-2.5 ദിവസം കർത്താവ് ചെയ്തത്. യായിറോസിന്റെ വീട്ടിലോട്ട് പോകുന്നു, രക്തസ്രവക്കാരിയെ സൗഖ്യമാക്കുന്നു. നോക്കിയേ, നിങ്ങൾ 8-ാം അധ്യായം മുതൽ ഒന്ന് മുമ്പോട്ട് 8-9 അധ്യായങ്ങൾ മുമ്പോട്ടൊന്ന് വായിച്ചേ. അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമാണ്. നോക്കിയേ, കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും താൻ തന്നെ ചെയ്തത് കൊണ്ട് നോക്കിയ രോഗികളുടെ എണ്ണം കുറയുന്നില്ല. ഉടനെ കർത്താവ് എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ ഇമ്പാർട്ട് ചെയ്യുകയാണ്. കർത്താവ് ശിഷ്യന്മാരെ ഇമ്പാർട്ട് ചെയ്തിട്ട് പറഞ്ഞു, പ്രൈസ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പുറപ്പെട്, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് രോഗികളെ സൗഖ്യമാക്കുക. നോക്ക്, കർത്താവ് അവരെ അയക്കുകയാണ്. എന്തിനു വേണ്ടി അയക്കുന്നത്? കർത്താവ് പറയാണ്, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ, എന്നിട്ട് എന്ത് ചെയ്യുക? ദൈവരാജ്യം പ്രസംഗിപ്പീൻ. അതുതന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാമത്തെ അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും കർത്താവ് അവരെ അയച്ചു. നോക്ക്, കർത്താവ് ഉപദേശിച്ച് രോഗികളെ സൗഖ്യമായിട്ടും രോഗികളുടെ എണ്ണം തീരുന്നില്ല, വിടുതൽ വേണ്ടിയവരുടെ എണ്ണം തീരുന്നില്ല. പിന്നെയും വർദ്ധിച്ചു വന്നതുകൊണ്ട് യേശു എന്ത് ചെയ്തു? പ്രൈസ്, അവരെയും കൂടെ കർത്താവ് ഇമ്പാർട്ട് ചെയ്തു. ഇന്ന് കർത്താവ് പ്രൈസ് നോക്ക്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയച്ചിരിക്കുന്നു. പ്രൈസ്, നിങ്ങൾ എവിടെയൊക്കെ ദൈവരാജ്യം നോക്ക്, കുറച്ച് ദൈവദാസന്മാരെ മാത്രമല്ല ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-ൽ പറയുകയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, അവർ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നോക്ക്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, അവർ എന്റെ നാമത്തിൽ. there is power in the name of Jesus. എവിടെയൊക്കെ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവരാജ്യം നോക്കിയ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാകും. തൂങ്ങിപ്പിടിച്ചിരിക്കുന്നത് യേശു ഒരാളുടെ ജീവിതത്തിൽ വരുമ്പം ആ വ്യക്തിക്ക് അസാധാരണമായ ധൈര്യം വരും, അസാധാരണമായ ബലം ആ വ്യക്തിക്ക് വരും. തകർന്നു വെക്കുന്ന തല താഴ്ത്തി വെച്ച ആള് തല ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങും. പ്രൈസ്, എല്ലാവരാലും നിന്ദിക്കപ്പെട്ട പരിഹസിക്കപ്പെട്ട ആള് പ്രൈസ് നോക്ക്, നിൽക്കുന്ന നിപ്പിൽ അസാധാരണമായ ധൈര്യം ആ വ്യക്തിക്ക് വരാനിടയാ. യേശു ഒരാളുടെ ഉള്ളിൽ ഉരുവാകുമ്പോൾ തന്നെ there will be changes, there will be mighty demonstration happening in their life. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നോക്ക്, മാറ്റങ്ങൾ ഉണ്ടാകും. ട്രാൻസ്പെറന്റ്, കാണാവുന്ന നിലയിലുള്ള മാറ്റങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലും വീട്ടിലും ഉണ്ടാകും. ഭവനത്തിന്റെ അന്തരീക്ഷം മാറും. വീട്ടിൽ സമാധാനം. യേശു പറഞ്ഞല്ലേ, എന്റെ സമാധാനം ഐ വിൽ ഗിവ് യു മൈ പീസ്. അത് ഈ ലോകം നിങ്ങൾക്ക് തരത്തില്ല. യേശു ഉള്ള വീടാണോ സമാധാനമുള്ള വീടായിരിക്കും. യേശു ഉള്ള വീടാണോ സന്തോഷമുള്ള വീടായിരിക്കും. അവിടെ എന്തുണ്ടാകും? അവിടെ ശക്തിയുടെ പ്രദർശനം നടക്കും, അവിടെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. ആ വീട് അസാധാരണ വീട്. എല്ലാം തകർന്നു കിടക്കുവാണോ? യേശു വരുമ്പം എല്ലാം മാറും. അതിന്റെ പേരായി ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കോംപ്ലിക്കേറ്റഡ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഭക്ഷണവും പാനീയവും അല്ല, നീതിയും. നോക്കി യേശു വരുമ്പോ എന്നൊക്കെ സംഭവിക്കുന്നത്? നീതി, സമാധാനം, സന്തോഷം, ഫോർഗീവ്നെസ്, ഗ്രേസ്. നോക്ക്, യേശു വരുമ്പോ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ? അസാധാരണമായ ഉയർച്ച, നന്മയുണ്ടാകും. എന്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ സന്തോഷിക്കാൻ തുടങ്ങും. യേശു വീട്ടിൽ വരുമ്പം അന്തരീക്ഷം മാറും. പ്രൈസ് ദി ലോർഡ്. നോക്ക്, കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോഴും അവരോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ദൈവരാജ്യം പ്രസംഗിച്ച് രോഗികളെ സൗഖ്യമാക്കുക. ഒന്നിൽ ആദ്യം രോഗികളെ സൗഖ്യമാക്കിയിട്ട് നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കുക. അല്ലെങ്കിൽ നോക്ക്, കർത്താവ് അങ്ങനെയാ ചെയ്തത്. കർത്താവ് നോക്ക്, നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം വായിക്കുമ്പോൾ നോക്ക്, കർത്താവ് ആദ്യം നമ്മൾ കാണുക, ശിഷ്യന്മാരെ അയക്കുകയാണ്. അവര് മടങ്ങി
വന്നു. മടങ്ങി വന്നപ്പോൾ അവർ പറയാം, ഭൂതങ്ങൾ പോലും നിന്റെ നാമത്തിൽ കീഴടങ്ങുന്നു. പക്ഷെ ആ സമയത്ത് ഒരു വാർത്തയുണ്ടായി, യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു. നോക്ക്, കർത്താവിന്റെ ഹൃദയം ഒത്തിരി വേദനിച്ചു. കർത്താവ് വേറിട്ട് ഒരു സ്ഥലത്തേക്ക് മാറിപ്പോയ സ്ഥലത്ത് കർത്താവ് അവിടെ ഉണ്ടെന്ന് പുരുഷാരം കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവർ രോഗികളെയും കൊണ്ട്, അവർ തകർന്നവരെയും കൊണ്ട് കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് അവർ ഓടി വന്നു. ഇതിന്റെ 11ാം വാക്യം എഴുതിയപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അത് പുരുഷാരം അറിഞ്ഞ്, ഏത് പുരുഷാരം അറിഞ്ഞ്? യേശു അവിടെ ഉണ്ട് എന്ന വാർത്ത പുരുഷാരം അറിഞ്ഞ് അവനെ പിന്തുടർന്നു. അവനവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തിക്ക് വേണ്ടിയവരെ സൗഖ്യമാക്കി, രോഗശാന്തി വേണ്ടിയവരെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു, രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ഇത് ഒരു കോമൺ പാറ്റേൺ ആണ്. നോക്ക്, ഗനസരത്ത് തടാകത്തിന്റെ തീരത്ത് ഈ വചനം കേൾക്കേണ്ടത് ആള് തിക്കിയും തിരക്കിയും നിന്നപ്പോൾ ശീമോന്റേതായ പടകിലേക്ക് കർത്താവ് കയറി. ആ പടകിലിരുന്ന് ദൈവരാജ്യത്തെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷം അറിയിച്ചിട്ട് തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, നിന്റെ പടക് ആഴത്തിലോട്ട് ഇറക്ക്, നിന്റെ വലകൾ ഇറക്ക് എന്ന് പത്രോസിനോട് പറഞ്ഞു. ആ പടക് നിറഞ്ഞതായിട്ട് ദൈവരാജ്യം പ്രസംഗം മാത്രമല്ല, അതിന്റെ ഡെമോൺസ്ട്രേഷനുമാണ്. ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് പറയാം, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ഉയർച്ച ഉണ്ടാകിയേ മതിയാകത്തുള്ളൂ. നിങ്ങളുടെ ശരീരങ്ങൾ സൗഖ്യമുള്ള ശരീരങ്ങളായേ മതിയാകത്തുള്ളൂ. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായേ മതിയാകത്തുള്ളൂ. നിങ്ങൾ ശാരീരികമായി എന്തെങ്കിലും രോഗത്തിലാണോ കടന്നു പോകുന്നത്, സൗഖ്യമായേ മതിയാകത്തുള്ളൂ. ഇറ്റ് ഈസ് ദ റിട്ടൺ റൂൾ. അത് എഴുതപ്പെട്ട നിയമമാണ്. കാരണം ദൈവരാജ്യത്ത് കേവലം വചനത്തിലല്ല, ശക്തിയുടെ പ്രദർശനമാണ്, വാക്കുകളിലല്ല. നമുക്ക് പ്രസംഗങ്ങൾ പറയാം, നമുക്ക് പോയിന്റ് ഒക്കെ എഴുതി വെച്ച് വേണമെങ്കിൽ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് വളരെ ബ്യൂട്ടിഫുൾ ആയി, അല്ലെങ്കിൽ എന്നാ പറഞ്ഞ വാക്കുകളുടെ ഒക്കെ ഭംഗിയൊക്കെ ചേർത്ത് വെച്ച് നല്ല പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അതിനേക്കാൾ ഉപരി അത് മാത്രമല്ല, ഡെമോൺസ്ട്രേഷൻസ് വേണം. നമ്മുടെ ചർച്ചുകൾ ഹീലിംഗ് സെന്റേഴ്സ് ആയി മാറണം. എന്നെ ദേവദാസന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എവിടെയൊക്കെ എന്തിനെയൊക്കെ നമ്മൾ വിമർശിച്ച് പറയുന്നോ, അതിനെയൊക്കെ കുറച്ച് പറയുന്നോ, അവിടെ അത് വെളിപ്പെടത്തില്ല. നമ്മുടെ ചർച്ചുകളൊക്കെ ഹീലിംഗ് സെന്റേഴ്സ് ആകണം. രോഗികളെ സൗഖ്യമാക്കണം. വന്ന് വിടുതൽ പ്രാപിക്കുന്ന സ്ഥലമാകണം. മദ്യപാനികൾ വന്ന് രൂപാന്തരപ്പെടുന്ന സ്ഥലമായി മാറണം. തകർന്ന വീടുകൾ, സാമ്പത്തികമായ കടഭാരത്തിൽ നിൽക്കുന്നവർ, ഞങ്ങളൊക്കെ കടന്നു വന്ന സമയത്ത് എത്രയോ തകർന്നാണ് വന്നത്. അടുത്ത ദിവസം ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും അറിയാൻ മേലാത്ത സാഹചര്യങ്ങളിലാണ് കടന്നു വന്നത്. തീർന്നു, മറ്റൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് വന്നത്. എന്നാൽ അവിടെ നിന്ന് കർത്താവ് ഉയർത്തി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതമാണ് എങ്ങനെ സംഭവിച്ചു എന്ന്. പലപ്പോഴും ഞാൻ ചിന്തിക്കും, എങ്ങനെ കടം മാറി എനിക്ക് അറിയത്തില്ല, എങ്ങനെ കടം വന്നു അതും അറിയത്തില്ല. ഇത്രയും വലിയ കടം എങ്ങനെയാ വന്നത് കൂട്ടി നോക്കിയാൽ അറിയത്തില്ല. കാരണം എങ്ങനെയാണെന്നറിയോ, ദൈവവചനം പറയുകയാണ്, സാത്താൻ അറുപ്പാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്നു. മോഷ്ടിച്ചോണ്ട് പോകുന്നത് ചിലപ്പോൾ നമ്മൾ അറിയണമെന്നില്ല, നമ്മൾ അറിയത്തില്ല. പിശാച് മോഷ്ടിക്കപ്പെടുമ്പോൾ, പിശാച് നമ്മുടെ ജീവിതത്തെ കവരുമ്പോൾ, നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം ഒക്കെ ചോർത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ പോലും അറിയത്തില്ല. നമ്മൾ തിരിഞ്ഞു നിന്ന് കണക്കൂട്ടി നോക്കിയാൽ എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിയാൽ ചിലപ്പോൾ കാണത്തില്ല. അതുപോലെ തന്നെയാണ് കർത്താവിന്റെ സന്നിധി വരുമ്പോൾ ഇതെങ്ങനെ മാറിയെന്ന് നിങ്ങൾ അറിയത്തില്ല. കാരണം എന്നാ, കർത്താവിന്റെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ ദൈവവചനം പറയുകയാണ്, നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ അത് നിങ്ങളെ പിന്തുടരാൻ തുടങ്ങി. എവരിത്തിങ് യു നീഡ് വിൽ ബി ആഡഡ് ഓൺ. അല്ലെ, മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ബാക്കി സകലതും അതോടുകൂടെ. അപ്പൊ നോക്ക്, ദൈവരാജ്യത്തിന്റെ ശക്തി ഒന്ന് നോക്കിക്കേ, അതിനോട് കൂടെ സകലതും ചേർക്കപ്പെടും. നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, യേശു ക്രിസ്തു മതമല്ല കേട്ടോ, മതസ്ഥാപകനുമല്ല കർത്താവ്. യേശു മതം സ്ഥാപിച്ചില്ല. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, ലോകരക്ഷകനാണ്. തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ നൽകുവാൻ സമ്പന്നനാണ്. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ഹൃദയങ്ങളിൽ വസിക്കാൻ കർത്താവ് നോക്കിയേ. എങ്ങും ഒരു പള്ളി വസിക്കാനല്ല ഇഷ്ടം. സ്വർഗീയ വിരുന്നിന്റെ ആരാധന ടെന്റിന്റെ അകത്ത് വസിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്ത്, ഹൃദയത്തിന്റെ രാജാവായി വസിക്കുവാൻ. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നല്ലോ എന്നൊരു വചനമുണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ അകത്താണ് വസിക്കുന്നത്. അത് വേറൊരു സ്ഥലമല്ല. നോക്കിയേ, ആ ശമരിയാക്കാരിയോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്,
ദൈവത്തെ ആരാധിക്കുന്നവർ അത് നോക്കിയേ, യെറുസലേമിലല്ല പ്രൈസ്, വേറെ എങ്ങും അല്ല ഇനിയും ആരാധിക്കാൻ പോകുന്നത്. എവിടെയാണെന്നറിയാവോ? പ്രൈസ് ആത്മാവിലും സത്യത്തിലും, പരിശുദ്ധാത്മാവിലും സത്യത്തിലും ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന, എത്ര ഹൗ ഗ്ലോറിയസ് ഇറ്റ് ഇസ് അല്ലെ. ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാ പറയുന്നത് അല്ലെ. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ട്. എത്ര ഗ്ലോറിയസ് ആണല്ലേ. പ്രൈസ് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നാണ്, അകത്തുനിന്നാണ് ഇത് വരുന്നത്, അകത്തുനിന്നാണ് ദൈവശക്തി പുറപ്പെടുന്നത്. നിങ്ങൾ നോക്കിയേ, ഇന്നലെ നമ്മൾ ചിന്തിച്ച വാക്ക്, നിങ്ങൾ പത്രോസിനോട് യേശു പറയാണ്, നീ ഭൂമിയിൽ അനുവദിക്കുന്നത്, നമ്മൾ അനുവദിക്കുന്നതാണെന്നേ അനുവദിക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കി വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം എന്ന് പറയാം. അവർ രോഗികളുടെ മേൽ കൈവച്ച, കർത്താവ് പറഞ്ഞത് ഞാൻ ഇറങ്ങി വന്ന് സൗഖ്യമാക്കുമെന്നല്ല പറഞ്ഞ്, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, ഒരു ഇൻവിസിബിൾ ഹാൻഡ് അവിടെ നീണ്ടുവരും, കർത്താവിന്റെ കരം അവിടെ നിശ്ചയമായിട്ടും നീണ്ടുവരും. നോക്ക്, ദൈവരാജ്യം ശക്തിയുടെ പ്രദർശനത്തിന്റെ സ്ഥലമാണ്. നമുക്ക് ഒത്തിരി വാക്കും വചനവും അല്ല കാര്യം. നോക്കിയേ, ഞങ്ങളൊക്കെ കടന്നു വന്നപ്പം ആ പ്രസംഗം കേട്ടല്ല വിടുവിക്കപ്പെട്ടത്, അത്ഭുതങ്ങൾ കണ്ടിട്ടാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കുകൊണ്ട്, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ല. നമ്മൾ കണ്ടാ വിശ്വസിച്ച്, പക്ഷെ മുമ്പോട്ടുള്ള ദിവസങ്ങൾ വന്നപ്പം നമുക്ക് മനസ്സിലായി അത്ഭുതം. പിന്നെ നോട്ടം അത്ഭുതത്തിലല്ല, അത്ഭുതം ചെയ്യുന്നവരിലോട്ട് നമ്മുടെ നോട്ടം മാറാൻ തുടങ്ങി. യഥാസ്ഥാനപ്പെടുത്തി ഒന്നും അറിയത്തില്ല. ഞാൻ പറയാം, ആരുടെയും കുറ്റമല്ല. ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാ ജനിച്ചത്, പക്ഷേ കർത്താവിൽ നിന്ന് ഒത്തിരി അകന്ന് ജീവിച്ചതാണ്. കർത്താവിനെ ഞാൻ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാൻ എന്റെ ചെറുപ്പത്തിൽ പള്ളിയിൽ പോയി സൺഡേ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ യേശു രോഗികളെ സൗഖ്യമാക്കിയതൊക്കെ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്. ബട്ട് ദിസ് വാസ് എ സ്റ്റോറി ഫോർ മീ. ഇത് സ്റ്റോറി അല്ല, ദിസ് ഇസ് എ ട്രൂത്ത്. ഇത് എന്റെ മനസ്സിൽ ഒരു കഥയായിരുന്നു, കഥയല്ല ഇത്. ബൈബിൾ ചരിത്ര പുസ്തകമാണ്. അതിനെ പറയുന്നത് സത്യവേദ. ഇറ്റ് സ്പീക്സ് ദ ട്രൂത്ത്. സത്യവേദ പുസ്തകം, ഹോളി ബൈബിൾ, വിശുദ്ധ ബൈബിൾ എന്നാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ സത്യവേദ പുസ്തകം, എനിക്ക് ആ വാക്കാ കൂടുതൽ ഇഷ്ടം. ദിസ് എ ബുക്ക് ദാറ്റ് സ്പീക്സ് ദ ട്രൂത്ത്. സത്യം പറയുന്ന ഗ്രന്ഥം, അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന വചനം. നോക്കെ, യേശു പറയുന്ന ഒരു വാക്കുണ്ട്, തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാനില്ലാഞ്ഞതുകൊണ്ട് താൻ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. അതാ പ്രോമിസുകൾ, കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ അതാണ്. തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ആ വാഗ്ദത്തത്തിന് അത് ഇറ്റ് ഈസ് പവർഫുൾ. കർത്താവ് പറഞ്ഞ ഓരോ വാക്കും അത് ജീവനും ചൈതന്യവും ഉള്ളതാണ്, അത് പവർഫുള്ളാണ്, അതിന് മലകളെ മാറ്റാനുള്ള ശക്തിയുണ്ട്. ആ വചനമാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ് ഉള്ളിൽ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മലകൾ മാറിയേ പറ്റത്തുള്ളൂ, രോഗികൾ സൗഖ്യമായേ പറ്റത്തുള്ളൂ. നോക്ക്, അവൻ അപ്പോസ്തലന്മാർ, നോക്ക്, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. നോക്ക്, യേശു പുനരുദ്ധാനം ചെയ്ത്, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ അവരോട് അരുളി ചെയ്തു. എന്താ അരുളി ചെയ്തു? ടാരി ഇൻ ജെറുസലേം, ഞാൻ പിതാവിന്റെ സന്നിധിയിൽ നിന്നും വാങ്ങിച്ച് നിങ്ങൾക്ക് വേണ്ടി അയക്കാനുള്ള പരിശുദ്ധാത്മാവിന് വേണ്ടി എന്ത് ചെയ്യണം? വെയിറ്റ് ഫോർ ഇറ്റ്. നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. നോക്ക്, ആ പരിശുദ്ധാത്മാവ് വരുമ്പം നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന് അവരോട് പറഞ്ഞു. ഇങ്ങനെ കർത്താവ് അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് പിതാവിന്റെ വലതുഭാഗത്തിരുന്നവൻ പരിശുദ്ധാത്മാവിനെ വാങ്ങിച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടി അയച്ചു. അവിടെ എഴുതിയിരിക്കുകയാണ്, 20-ാം വാക്യം എഴുതിയിരിക്കുകയാണ്, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരുടെ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പൊ വചനത്തെ ഉറപ്പിക്കുന്നത് മിറക്കിൾസ് തന്നെയാണ്, അല്ലെ? ഈ വചനത്തെ ഉറപ്പിക്കുന്ന പ്രസംഗമല്ല വചനത്തെ കുറെ കൂടെ വായിക്കും, കുറെ കൂടെ പോയിന്റ്സ് അല്ല വചനത്തെ ഉറപ്പിക്കുന്നത്. വചനത്തെ ഉറപ്പിക്കുന്നത് ദാറ്റ് ഈസ് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് പവർ ഓഫ് ഗോഡ്. വചനത്തെ ഉറപ്പിച്ചു. ഒരു പറഞ്ഞ നാളെ സഭകളിൽ തളർന്നവർ എഴുന്നേക്കണം, ക്യാൻസർ രോഗികൾ സൗഖ്യമാകണം, കടഭാരമുള്ള ഏറ്റവും തകർന്നു വരുന്ന വ്യക്തികൾ ഉയർച്ച പ്രാപിക്കുന്നത് കാണും. കേവലം പ്രസംഗമല്ല, ഞാൻ ഭയങ്കര പ്രസംഗം, ഒത്തിരി വാക്യങ്ങൾ ഞാൻ പറഞ്ഞു, അതൊന്നും അല്ല. ഇതൊക്കെ പഠിച്ചാൽ പറയാം, ഇത് ലോക മനുഷ്യർക്കും പറയാൻ പറ്റും. പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, പണ്ട് ഈ ബൈബിളിലെ ചില കാര്യങ്ങൾ പഠിച്ച ഒരു PhD എടുത്തു ഒരു വ്യക്തി.
ആ PhD എടുത്ത വ്യക്തിയോട് ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. നോക്ക, ഇത് ബുദ്ധിയിലും പഠിക്കാം. എന്നാൽ ആത്മാവിനെ അവന് തൊട്ടവർ, there will be mighty changes happening in them. അവരുടെ ജീവിതം രൂപാന്തരപ്പെടും. അവർക്ക് മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. അവർ പുതിയ സൃഷ്ടിയായി തീരും. അവരുടെ വാക്ക് മാറും, അവരുടെ സംസാരം മാറും, അവരുടെ ചിന്തകൾ മാറും, അവരുടെ ആറ്റിറ്റ്യൂഡ് മാറും, മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ് മാറും. നമ്മൾ എല്ലാവരെയും ക്ഷമിക്കാനും എല്ലാവരെയും കരുതാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും ഒക്കെയുള്ള കൃപ തരും. അതാ പറഞ്ഞ, ഇത് മതമല്ല, ഇറ്റ് ഈസ് എ വേ, ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ്. ഈ ക്രിസ്ത്യാനികളെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ ആദ്യകാലങ്ങളിൽ പറയുന്ന ഒരു വാക്കുണ്ട്, മാർഗം കൂടിയവരാണ്. അവര് മാർഗം കൂടിയവരാ. ഇതൊരു മാർഗമാണ്, മതമല്ല. വേറെ മതത്തിൽ ചേർന്നവരാണെന്നല്ല പറഞ്ഞ, മാർഗം കൂടിയവരാണ്. ഇതൊരു മാർഗമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മാർഗമാണ്. ദൈവരാജ്യത്തിന്റെ ശക്തിയുടെ പ്രദർശനം. ഞാൻ എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കാൻ പോവാം. എന്നെ കേൾക്കുന്ന ഓരോ ജീവിതങ്ങളും രോഗികൾ സൗഖ്യമാകണം, അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം. അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥന അതായിരുന്നു, കർത്താവെ സൗഖ്യമാക്കാൻ അങ്ങയുടെ കരം. ഭയങ്കര എതിർപ്പാ, ഭയങ്കര കല്ലേറ് നടക്കുക, അവരെ പിടിച്ചോണ്ട് പോവാ, ഇനി മിണ്ടിപ്പോകരുതെന്ന് അവരോട് പറയുകയാണ്. ഉടനെ അവരുടെ പ്രാർത്ഥന ഒറ്റ കാര്യമുള്ളൂ, ഇതിന് മറുപടി സൗഖ്യമാണ്. ചിലരൊക്കെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യും, അവർക്ക് രോഗസൗഖ്യത്തെ കുറിച്ചേ പറയും. ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് തകർന്ന ഒരു വ്യക്തി വിടുവിക്കുന്ന കാര്യം പറയാനുള്ളൂ. നിങ്ങൾ നിത്യതയെക്കുറിച്ച്, നിത്യത ഉണ്ടെന്നേ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട്. ഐ ഹാവ് എറ്റേണൽ ലൈഫ്. അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്, യു മേ നോ ദാറ്റ് യു ഹാവ് എറ്റേണൽ ലൈഫ്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. എങ്ങനെയാ നിത്യജീവൻ കിട്ടുന്നത്? കർത്താവായ യേശുവിനെ സ്വീകരിച്ചാൽ മതി. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയുന്നവർ രക്ഷിക്കപ്പെടും. അവർക്ക് ഓൾറെഡി നിത്യത കിട്ടും. കർത്താവ് അവരെ ബ്ലഡ് വാഷ് ചെയ്യും, അവരെ പുതിയ സൃഷ്ടിയാക്കി തീർക്കും. അവരുടെ പാപങ്ങളെ കർത്താവ് കഴുകി കളയും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും അവരുടെ മേൽ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നോക്കിയേ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തന്ന് they will change automatic. എന്നോട് നീ മാറണം കേട്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ല. യേശുവിനെ അറിഞ്ഞാൽ ഒരു വ്യക്തി മാറിപ്പോകും. he will change ഓട്ടോമാറ്റിക്കാണ്. അത് തന്നെ നടക്കും, അത് ഓപ്പറേറ്റഡ് ആകും അകത്ത്, അത് സിസ്റ്റത്തിൽ വരും. നമ്മൾ നോക്കിക്കോ, ഞാനൊരു ഷീന എന്നില്ല, അല്ലെങ്കിൽ ഷീനായ പറഞ്ഞാല് പണ്ട് സംസാരിക്കുമ്പോൾ വേണ്ടാത്ത വാക്കുകൾ പറയുമായിരുന്നു. യേശുവിനെ അറിഞ്ഞാൽ മാത്രമേ അത് മാറിപ്പോയി. പണ്ട് സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്തൊരു ചീത്ത വാക്കൂടെ അതിന്റെ അടയെ വെച്ചായിരുന്നു നമ്മൾ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്നത്. കർത്താവിനെ അറിഞ്ഞ ഇമ്മീഡിയറ്റ്ലി, കുറെ നാളുകൊണ്ടല്ല, ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഹാപ്പൻസ്. എങ്ങനെ സംസാരിക്കുക, വാക്കുകൾ മാറാൻ തുടങ്ങി. അതിന്റെ പേരാണ് ന്യൂ ക്രിയേഷൻ എന്ന്, പുതിയ സൃഷ്ടി. അതിനെ ആക്കി തീർത്തു. ദൈവരാജ്യം ശക്തിയിലാണ്. ദിസ് ഡെമോൺസ്ട്രേഷൻ ഓഫ് പവർ വചനത്തിലല്ല, വാക്കുകളിലല്ല, ശക്തിയിലാണ്. മലയോട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കണം. നോക്ക്, ഇന്ന് ശരീരം രോഗത്തിലാണോ ഇരിക്കുന്നത്? മറ്റേതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുകയാണ്? മദ്യപാനത്തിലോ ഡ്രഗ് അഡിക്ഷനിലോ ഒക്കെ ജീവിതം തകർന്നാണോ ഇരിക്കുന്നത്? ഒരു വഴിയുണ്ട്, ദാറ്റ് ഈസ് ജീസസ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തിയാണ്, കർത്താവ് യേശു വിളിക്കുകയാണ്. എന്നെ ഭയങ്കര ടച്ച് ചെയ്ത യോഹന്നാന് ശിരച്ഛേദം ചെയ്ത് നോക്ക്, കർത്താവിന് ഹൃദയത്തിൽ ദുഃഖമുണ്ടായി. കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഒരു സ്ഥലത്തോട്ട് വാങ്ങിപ്പോകുകയാണ്. നോക്ക്, ഒറ്റയ്ക്ക് ഇരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. ഹി വാസ് ഇൻ പെയിൻ. നോക്ക്, തന്റെ കസിൻ ബ്രദറാണ്. ഹി വാസ് ഇൻ പെയിൻ. യോഹന്നാന് തലവെട്ടിയെന്ന് അറിഞ്ഞപ്പം തനിക്ക് വേദന ഉണ്ടായി. മാറിയിരിക്കാൻ ആഗ്രഹിക്കുക. പക്ഷേ തകർന്നവർ വന്നപ്പോ, രോഗികൾ വന്നപ്പോൾ കർത്താവ് നോക്കിയേ, അവരിലെ രോഗികളെ എല്ലാം കർത്താവ് സൗഖ്യമാക്കുക. തന്റെ വേദന നോക്കുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ ദൈവദാസന്മാരൊക്കെ നിൽക്കുമ്പോൾ അവർ കടന്നു പോകുന്ന പല വിഷയങ്ങളുണ്ടാകും. അവർ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഉള്ളിൽ മേ ബി സ്റ്റോംസ് ആയിരിക്കും, വെല്ലുവിളികളായിരിക്കും, ഉള്ളിൽ വലിയ കൊടുങ്കാറ്റായിരിക്കും ചിലപ്പോൾ അടിക്കുന്നത്. അതിന് സ്വർഗവിരുന്നിൽ നിൽക്കുമ്പം ഈ സഭ ഒത്തിരി കൊടുങ്കാറ്റുകൾ ഫേസ് ചെയ്ത ഒരു സഭയാണ്. കർത്താവിന്റെ ദാസൻ തങ്കു ബ്രദർ വലിയ കൊടുങ്കാറ്റുകൾ ഫേസ് ചെയ്ത വ്യക്തിയാണ്.
തന്നെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളും അപവാദങ്ങളും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ 2008 ഞങ്ങൾ കൊടുങ്കാറ്റുകൾ അനുഭവിച്ചിട്ടുണ്ട്. വലിയ ഭീകരമായ ഞാനും ഷീനായും കൂടി ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വാഹനം സുവിശേഷ വിരോധികൾ ഈ കോഴഞ്ചേരി ടൗണിലിട്ട് ഞങ്ങളുടെ വാഹനം തടഞ്ഞു, വളഞ്ഞു. കുറെ നേരം ഞങ്ങൾ ആ വാഹനത്തിൽ ഇരിക്കേണ്ടതായി വന്നു. ഞങ്ങളുടെ വീടിനെ ഞങ്ങൾ കല്ലെറിഞ്ഞു. അങ്ങനെയൊക്കെ ഒത്തിരി വിഷയങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല കൊടുങ്കാറ്റുകളിലൂടെ ആയിരിക്കും ദൈവദാസൻ. അകത്ത് അവർക്ക് കൊടുങ്കാറ്റായിരിക്കും, എന്നാൽ പുറത്ത് വരുമ്പോൾ രോഗികളെ കാണുമ്പോൾ അവരോട് മനസ്സലിഞ്ഞ് കാരണം അവരല്ല, അവരുടെ ഉള്ളിലിരിക്കുന്ന ദൈവവചനം ഓപ്പറേറ്റഡ് ആകുക. വേദന വരുന്ന എവിടെയാണെന്നറിയോ? എന്റെ ജഡത്തിൽ, എന്റെ ശരീരത്തിൽ, എന്റെ സ്വയം, എന്റെ മൈൻഡ് അവിടെയാ. പക്ഷെ അകത്ത് വേറൊരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാ ദൈവരാജ്യം. ആ ദൈവരാജ്യമാണ് ശക്തിയുടെ പ്രദർശനം നടത്തുന്നത്. നിങ്ങൾ അകത്ത് വേറൊരു സിസ്റ്റം ഇരിപ്പുണ്ട്. അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അകത്ത് വസിക്കുന്നുണ്ട്. അവരൊരു തകർന്ന ആളെ കാണുമ്പോൾ അപ്പൊ നമ്മൾ വലിയ വെല്ലുവിളികളിലൂടെ ആയിരിക്കും പോകുന്നത്. അവര് വന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വലിയ പ്രയാസത്തിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ചിലപ്പോൾ ചില ദൈവദാസൻ നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാർ അവർ കടന്നു പോകുന്ന വെല്ലുവിളികൾ നിങ്ങൾ അറിയുന്നില്ല. പക്ഷെ അവർ ഇടിവിൽ നിൽക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് വേറൊരു സിസ്റ്റമാണ് അകത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വേറൊരു സിസ്റ്റം ഇരിപ്പുണ്ട്. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ, രോഗികളെ സൗഖ്യമാക്കാൻ. ഇന്നും അത്ഭുതം നടക്കാൻ പോവുക. രോഗികൾ സൗഖ്യമാകും. ഇന്ന് ശരീരത്തിൽ രോഗമാണോ ഇപ്പൊ തന്നെ കൈവച്ചോ. ഇന്ന് മറ്റേതെങ്കിലും വിഷയത്തിൽ ഇരിക്കുകയാണോ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിനോട് ചേർത്ത് നിങ്ങളുടെ കൈവച്ചോ. മറ്റ് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ വെല്ലുവിളിയിലൂടെയാണോ കടന്നു പോകുന്നത്, പ്രിയപ്പെട്ടവരെ, യു വിൽ എക്സൽ. ഞാൻ ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളോട് പറയുക, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിന്ന ഒറ്റയാൾ. ഞാൻ കഴിഞ്ഞ 27 വർഷം ഞാൻ കർത്താവിന്റെ വേലയിൽ നിന്ന് ഞാൻ കണ്ടതും ഞാൻ തൊട്ടതുമായ കർത്താവിൽ നിന്ന് ഒരാളും താന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് തെറ്റായ പ്ലാനിങ്ങിൽ നമുക്ക് ചിലപ്പോൾ തകർച്ചകൾ വരാം, ചിലപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസ്. പക്ഷെ അതൊന്നും ഒന്നിന്റെ അവസാനമല്ലെന്നേ. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പം നോക്കിയേ, കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലിരുന്നു. അതോ കോവിഡ് എല്ലാവർക്കും വന്നില്ലേ? യേശുവിൽ വിശ്വസിക്കുന്നവർക്കും കോവിഡ് വന്നില്ലേ? വരും. പക്ഷേ തലയിൽ ഒരു രോമം പോലും കർത്താവ് അറിയാതെ നിലത്ത് വീഴത്തില്ല. അവിടെ എന്നെ നിങ്ങളെയും സൂക്ഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്, അവിടെ കരുതുന്ന ഒരു സ്വർഗമുണ്ട്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അതിന്റെ അകത്തുനിന്ന് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിൽ. ചിലരോട് ചോദിക്കുക ആ വാക്യം എവിടെയാ? കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിലും വഴി വെച്ചിരിക്കുന്നത് പോലെ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി വഴി വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് ലോകം ചില വിഷയത്തിന്റെ മുമ്പിൽ തകർന്നു പോകുമ്പോൾ ദൈവമക്കൾ ചില വിഷയത്തിന്റെ മുമ്പിൽ അവരെ ഉയർത്ത് എഴുന്നേൽക്കും, അവർ ചാടി എഴുന്നേൽക്കും. അവർക്ക് വേണ്ടി സ്വർഗം ചില വഴികൾ അവർക്ക് വേണ്ടി തുറക്കും. സോ ഡു നോട്ട് വെറി. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥിക്കുമ്പോൾ ഐ ബിലീവ് there will be demonstration of power. ഇന്ന് നമ്മൾ പറഞ്ഞ ആ വചനത്തിന്റെ ശക്തി ഇന്ന് ഓരോ ജീവിതങ്ങളിലും വ്യാപരിക്കും. ലെറ്റ് us pray together. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. വി ആർ പ്രേയിങ് ടുഗദർ. നിങ്ങളുടെ അടുത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു വ്യക്തിയുടെ അടുത്താണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, നിങ്ങളൊന്ന് ഒന്ന് ചേർത്ത് കൈ ഒന്നിച്ചു വെച്ച് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ, അവരോട് പറയാവുന്ന വിഷയമാണെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് പറഞ്ഞ് പ്രേ ഫോർ ദിസ്. എനിക്കൊരു ഹീലിംഗിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, എനിക്കൊരു വിടുതലിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും എന്ന് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ കർത്താവെ, ഞാൻ ഈ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ വാക്യം, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഓരോ ജീവിതങ്ങളിലും വെളിപ്പെടുന്നതിനായി സ്തോത്രം. ശരീരങ്ങളിൽ തല മുതൽ കാല് വരെ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തൊടുന്നതിനായി സ്തോത്രം. ശരീരത്തിന്റെ വേദനകളെല്ലാം മാറട്ടെ. ക്യാൻസറുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. ഹാർട്ട് പ്രോബ്ലങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില ബ്ലോക്കുകളൊക്കെ യേശുവിന്റെ നാമത്തിൽ സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഹീൽഡ് ആകട്ടെ. ആ ബ്ലോക്കുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആരുടെ ഫൈബ്രോയിഡുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നു. സിസ്റ്റുകൾ അപ്രത്യക്ഷമാകട്ടെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. തല മുതൽ കാല് വരെ
കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരം ഇപ്പോൾ തന്നെ തൊടുന്നതിനായി സ്തോത്രം. താങ്ക് യു മൈ ഫാദർ. ബ്ലഡ് ഇഷ്യൂസ് ഉള്ള ചില വ്യക്തികളെ കർത്താവ് തൊടുകയാണ്. അനാവശ്യമായ ബ്ലീഡിങ്ങുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. എന്റെ കർത്താവിന്റെ കരം തൊടുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. ശരീരത്തെ കർത്താവ് തൊടണമേ. ഇതുപോലെ മാനസികമായ പ്രയാസങ്ങൾ നേരിടുന്ന, മെന്റൽ ഡിപ്രഷനിലൂടെ കടന്നുപോകുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. മാനസികമായ വെല്ലുവിളികളാണ്. മരുന്ന് കഴിക്കുന്ന വ്യക്തികൾ, മാനസികമായ വെല്ലുവിളികൾക്ക് മരുന്ന് കഴിക്കുന്ന ഡിപ്രഷൻ എന്നെ കർത്താവ് കാണിക്കുകയാണ്. ഒരു 3 മാസം കൂടുമ്പോൾ ചേഞ്ച് വരുന്ന, ഹൈപ്പർ ആകുന്ന, അല്ലെങ്കിൽ പിന്നെ ഒരു 3 മാസം ഡിപ്രഷൻ, അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലുള്ള ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. 3 മാസം ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, പിന്നെ 3 മാസം ആരോടും മിണ്ടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദ ലോർഡ് ഇസ് ടച്ചിങ് യു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. സരസു എന്ന ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ദ ലോർഡ് ഇസ് ടച്ചിങ് യു. യേശുവിന്റെ നാമത്തിൽ എല്ലാ മാനസികമായ ഭാരങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറാൻ കൽപ്പിക്കുന്നു. സൗഖ്യമാകട്ടെ. ജോൺ എന്ന് പറഞ്ഞ വ്യക്തി, ദ ലോർഡ് ഇസ് ടച്ചിങ് യു. യേശുവിന്റെ നാമത്തിൽ ഹൈപ്പർ ആക്ടിവിറ്റി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. കർത്താവിന്റെ കരം തൊടുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതൽ ശരീരങ്ങളുടെ മേല്, മനസ്സിന്റെ മേല് ഇപ്പോൾ തന്നെ അയക്കണമേ. കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. മൊബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ, ദ ലോർഡ് ഇസ് ടച്ചിങ് യു ആൻഡ് ഹീലിംഗ് യു റൈറ്റ് in Jesus name. വിടുതലാകട്ടെ യേശുവിൻ നാമത്തിൽ. കർത്താവെ അവിടുന്ന് സ്പർശിക്കുന്നതിനായി സ്തോത്രം. സാമ്പത്തികമായ വെല്ലുവിളികൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ. ക്യാൻസൽ എവറി ഡെറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കടം യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ജപ്തികൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില കേസുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ വിടുതലാകട്ടെ. ചില ഭവനങ്ങളെ തൊടണമേ. തകർന്നിരിക്കുന്ന, ഉള്ളറകൾ കാലിയായിരിക്കുന്ന ചില ബിസിനസ് സ്ഥാപനങ്ങളെ കർത്താവിനെ കാണിക്കുകയാണ്. തകർന്നാണ് ഇരിക്കുന്നത്, നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതലാകാൻ കൽപ്പിക്കുന്നു. അത്ഭുതകരമായ ചില വഴികൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ തുറന്ന് വരട്ടെ. ഞാൻ എഫദ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തുറന്ന് വരട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് സ്പർശിക്കുന്നതിനായി സ്തോത്രം. എല്ലാ അഡിക്ഷൻസ്, ഡ്രഗ് അഡിക്ഷൻസ്, മദ്യപാനം, യേശുവിന്റെ ഹാൻഡ്സ് പോലെയുള്ളത്, MDMA പോലെയുള്ള അഡിക്ഷൻസ് യേശുവിന്റെ നാമത്തിൽ, അങ്ങനെയുള്ള എന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കർത്താവ് കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ അഡിക്ഷൻസും, കഞ്ചാവ് പോലെയുള്ള, MDMA പോലെയുള്ള, യേശുവിന്റെ നാമത്തിൽ, ഇപ്പോഴത്തെ എന്റെ ഒന്നിന്റെ പേരെനിക്ക് അറിയത്തില്ല, യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള അഡിക്ഷൻസ് ഇപ്പോൾ തന്നെ മാറട്ടെ. Be healed in Jesus name. വലിയ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. Let them be free. യേശുവിൻ നാമത്തിൽ ഫ്രീ ആകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവെ അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. തലമുറകളെ കുറിച്ചുള്ള വേദനകളെല്ലാം മാറട്ടെ. അവരുടെ ഭാവി എന്തായി തീരുമെന്നുള്ള ആഗ്രഹം, അവരുടെ ഭാവി ബ്ലെസ്ഡ് ആയിരിക്കും. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട, സാമ്പത്തികമായി വെല്ലുവിളിയുള്ള, വിദ്യാഭ്യാസത്തിന് വേണ്ട പണമില്ല, അങ്ങനെയുള്ള ചില വീടുകളെ എന്നെ കർത്താവ് കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ. സ്കോളർഷിപ്പുകൾ വരട്ടെ അവരുടെ ജീവിതത്തിൽ. ഇല്ലാത്തതിനെ ഞാൻ യേശുവിൻ നാമത്തിൽ ഞാൻ വിളിച്ചു വരുത്തുകയാണ്. കർത്താവെ അവിടുത്തെ കരം നീട്ടുന്നതിനായി സ്തോത്രം. അത്ഭുതമാക്കി തീർക്കണം. ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സന്തോഷമുണ്ടാകട്ടെ. എല്ലാ വഴക്കുകളും യേശുവിൻ നാമത്തിൽ മാറട്ടെ. ഡൈവേഴ്സുകൾ മാറിപ്പോകട്ടെ. ഡൈവേഴ്സ് ചെയ്യരുത്. ഡൈവേഴ്സ് ചെയ്യരുത്. ആരോട് പറയുക? ഡൈവേഴ്സ് ചെയ്യരുത്. അതല്ല വഴി. ദാറ്റ് ഈസ് നോട്ട് ദ വേ. ഡൈവേഴ്സ് ചെയ്യരുത്. അവിടെ ദൈവവചനം മത്തായി സുവിശേഷം 19 ഇങ്ങനെ എഴുതിയ, ദൈവം കൂട്ടിച്ചേർത്തതിന്. ഗോഡ് ഹാസ് ജോയിൻ. നിങ്ങളുടെ വിവാഹം നടത്തിയ ഒരു പള്ളിയിലച്ഛനായിരിക്കാം, മറ്റെവിടെയെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ ഒരു രജിസ്റ്റർ കച്ചേരി. പക്ഷേ ഒരു പുരുഷനെയും സ്ത്രീയും ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്നത് ദൈവ. ഇറ്റ് ഇസ് ഗോഡ് ജോയിനിങ് യു. വിശ്വസിക്കണം. ദൈവ കൂട്ടിച്ചേർക്കുന്നത്. ദൈവം കൂട്ടിച്ചേർത്തതിന്. കുറവുള്ള ഭാര്യയെ കർത്താവ് തന്നെ, കുറവുള്ള ഭർത്താവിനെയാണ് കർത്താവ്. ഒരു തികഞ്ഞ ആളെ അല്ല കർത്താവ് തന്നിരിക്കുന്നത്, ഒരു കുറവുള്ളയാൾ. ഒരു നോക്കിയ കുറവില്ലാത്തതായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. കുറവുള്ള കുറവുകളോടുകൂടി, നമ്മളെ കുറവുകളോടുകൂടിയാണോ കർത്താവ് സ്വീകരിച്ചത്? ആണോ? നമുക്ക് കുറവുണ്ടായിരുന്നോ? വീഴ്ച ഉണ്ടായിരുന്നോ? കർത്താവിൽ നിന്ന് ഒത്തിരി അകന്ന് ജീവിച്ചവരല്ലേ നമ്മള്? പക്ഷെ നമ്മളെ കർത്താവ് സ്വീകരിച്ചില്ലേ? നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചേ.
ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് മാറ്റുവന്നേ. ചിലപ്പോൾ ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ട വരും. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ അത് ഏറ്റവും ബ്ലെസ്സിങ്ങിനായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കുറവുള്ള ആളാന്നേ, കുറവോട് കൂടിയാണ് നിങ്ങളെ തന്നിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ കുറവ് തീർക്കാനാണ് കർത്താവ് നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നത്. ആ വ്യക്തിക്ക് ഉണ്ടായ കുറവുകളിലോട്ട് കയറി നിൽക്കാൻ നിങ്ങളെ കർത്താവ് ആക്കിയിരിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഐ ക്യാൻസൽ ഡൈവേഴ്സ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അതിനെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തിയാണ് വീടുകളെ തകർക്കാൻ നോക്കുന്നത്, കുടുംബജീവിതങ്ങളെ തകർക്കാൻ നോക്കുന്നത്. ആ പിശാചിന്റെ എല്ലാ പ്രവൃത്തികളും അഴിഞ്ഞു മാറട്ടെ. ആ ഭർത്താവിനെ ഒന്ന് അനുഗ്രഹിച്ച്, ആ ഭാര്യയെ ഒന്ന് അനുഗ്രഹിച്ച്, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഒന്ന് അനുഗ്രഹിച്ച് യേശുവിൻ നാമത്തിൽ ഒന്ന് പറഞ്ഞ് വാ തുറന്ന് പേര് പറഞ്ഞ് ഷീനായെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് നിങ്ങളുടെ പാർട്ട്ണറുടെ പേര് പറഞ്ഞു, ഭാര്യയുടെ പേര് പറ, ഭർത്താവിന്റെ പേര് പറഞ്ഞ് അനുഗ്രഹിച്ച് യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ദൈവകൃപ കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കണം, അഭിഷേകത്താൽ നിറയ്ക്കണം, നന്മകളാൽ നിറയ്ക്കണം. അത്ഭുത വിടുതലായി ചിരിക്കുകയാണ്. നന്ദി. പ്രാർത്ഥന കേട്ടതോർത്ത സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ ഈ ദിവസം കർത്താവ് നിങ്ങളെ എല്ലാരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ദൈവവചനം വചനത്തിലല്ല, ശക്തിയിലാണ്. കേവലം ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ വേർഡ് ഓഫ് ഗോഡ് ബട്ട് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് പവർ ഓഫ് ഗോഡ്. ദൈവശക്തിയുടെ ഇന്ന് അത്ഭുത സൗഖ്യങ്ങൾ. നിങ്ങൾക്ക് സൗഖ്യമായെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ഇടാം, നിങ്ങൾക്ക് എന്റെ ഇൻബോക്സിൽ ഇടാം, നിങ്ങളുടെ ടെസ്റ്റിമണി ഇടാം. കർത്താവ് അത്ഭുതകരമായ വഴി ചിലരുടെ ജീവിതത്തിൽ വരുമാന മാർഗങ്ങൾ കർത്താവ് തുറക്കുകയാണ്. ബിസിനസ് ഡെറ്റ് എല്ലാം ക്യാൻസൽഡ് ആണ്. യേശു നിങ്ങളൊന്ന് വിശ്വസിച്ചേ. ഡെറ്റ് ഇല്ലാത്ത ആളായിട്ട്, കട ഇല്ലാത്ത ആളായിട്ട് ഒന്ന് എഴുന്നേറ്റ് തന്നെ. എനിക്ക് കടമാണ് എങ്ങനെ കടയില്ല, എനിക്ക് കടമില്ല, എല്ലാം തീർത്തു. നിങ്ങളുടെ ഡെറ്റ് ഇറ്റ് ഇസ് പെയ്ഡ് ഓൺ ദ കാൽവറി ക്രൂശിൽ നിങ്ങളുടെ കടം മുഴുവൻ എന്റെ കർത്താവ് തീർത്തു. അവൻ ദരിദ്രനായി തീർന്നു. നോക്കിയേ, ക്രൂശിലെ മരണത്തോളം അവൻ ദരിദ്രനായി തീർന്നു. എന്തിനാ? എന്നെ നിങ്ങളെ സമ്പന്നനാക്കാൻ. അല്ലെ, ലോകത്തിലെ മുഴുവൻ സമ്പന്നത ഉണ്ടായിരുന്ന യേശു ക്രൂശിലെ മരണത്തോളം ദരിദ്രനായി തീർന്നു, എന്നെ സമ്പന്നൻ, ടു മേക്ക് മീ റിച്ച്. അവർ റിച്ച് ആണ് കർത്താവിന്റെ പദ്ധതി. സമ്പന്നതയാണ് ദൈവത്തിന്റെ പദ്ധതി. ഒട്ടും കുറച്ച് പിടിക്കരുത് അവത്തെ. സോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, നാളെ ഞായറാഴ്ചയാണ്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. ദാറ്റ് ഇസ് യുവർ പ്ലേസ്. നിങ്ങൾ നാളെ ഇന്ന് രോഗിയെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി ആളെയും കൂടെ കൂട്ടിക്കൊണ്ടിയല്ല. എല്ലാവർക്കും കർത്താവ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുമെന്ന്, പാസ്റ്ററാൽ നടക്കുമെന്നല്ല പറഞ്ഞു, അപ്പോസ്തലനാൽ നടക്കും, പ്രവാചകനാൽ നടക്കുമെന്നല്ല കർത്താവ്. എല്ലാവരും ഇത് നോക്കി, അതോറിറ്റി എല്ലാവർക്കും. മറ്റേ അതോറിറ്റി പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചിലരുടെ കയ്യിലായിരുന്നു, പ്രവാചകന്മാരുടെ കയ്യിലാണ് ഇരുന്നത്. എന്നാൽ നോക്കിയ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ കയ്യിൽ. ഗോഡ് ഹസ് പാസ് ഇറ്റ് ഓൺ ടു മീ. എന്റെ നിങ്ങളുടെ കയ്യിൽ കർത്താവ് തന്നു. സോ ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, വി ലവ് യു. ഇനിയും കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ മൺഡേ നമുക്ക് കാണാം. ആൻഡ് ഷെയർ ദ വീഡിയോ കേട്ടോ. ഇത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു, വി ലവ് യു ഇൻ ജീസസ് നെയിം. ഗോഡ് ബ്ലെസ് യു. See you on Monday. God bless you.